എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ 4.3 എക്സസൈസ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ 10 ക്വസ്റ്റ്യൻ ചെയ്തു. ഇനി 11ാമത്തെ ഒരു ക്വസ്റ്റ്യനും കൂടിയേ ബാക്കിയുള്ളൂ. അപ്പോൾ സം ഓഫ് ദ ഏരിയാസ് ഓഫ് ടു സ്ക്വയേഴ്സ് ഈസ് 468 meter square. If the difference of their perimeters is 24 meter, find the sides of two squares എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ പെരിമീറ്ററിന്റെ ഡിഫറൻസ് ആണ് തന്നിട്ടുള്ളത്. 11th ക്വസ്റ്റ്യൻ ആണ്. പെരിമീറ്ററിന്റെ ഡിഫറൻസ് 24 തന്നിട്ടുണ്ട്. അപ്പോൾ ഫൈൻഡ് ദ സൈഡ്സ് ഓഫ് ടു സ്ക്വയേഴ്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ഒരു സ്ക്വയറിന്റെ സൈഡ് നമ്മൾ എക്സ് ആയിട്ട് എടുക്കുക. ലെറ്റ് ദ സൈഡ് ഓഫ് വൺ സ്ക്വയർ ബി എക്സ്. ഇപ്പൊ ഇവിടെ നമുക്ക് പെരിമീറ്ററിന്റെ ഡിഫറൻസ്, പെരിമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 4 ഇൻറ്റു സൈഡാണ്. അപ്പൊ നമ്മൾ ഒരു സ്ക്വയറിന്റെ സൈഡ് എക്സ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 4x ആണ്. അപ്പോൾ ഇത് വൺ സ്ക്വയറിന്റെ പെരിമീറ്റർ. രണ്ട് സ്ക്വയറിന്റെ പെരിമീറ്ററുകളുടെ തമ്മിലുള്ള ഡിഫറൻസ് ആണ് 24. അപ്പോൾ അടുത്ത സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് പെരിമീറ്റർ ഓഫ് സെക്കൻഡ് സ്ക്വയർ ഈക്വൽ ടു എന്ത് കിട്ടും? നമുക്ക് രണ്ടിന്റെ ഡിഫറൻസ് 24 ആയതുകൊണ്ട് ഒരു സ്ക്വയറിന്റെ പെരിമീറ്റർ 4x ആണ്. അപ്പോൾ വേറൊരു സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 24 + 4x ആയിരിക്കും. അതായത് ഫസ്റ്റ് സ്ക്വയർ അതിന്റെ പെരിമീറ്റർ മൈനസ് സെക്കൻഡ് സ്ക്വയറിന്റെ പെരിമീറ്റർ ആണ് എത്ര? 24 തന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് സ്ക്വയർ ഇതിൻ്റെത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? 24 പ്ലസ് ഇത് എക്സ് ആണെങ്കിൽ സെക്കൻഡ് സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 24 പ്ലസ് ഡിഫറൻസ് ആണ് തന്നിട്ടുണ്ടെങ്കിൽ പ്ലസ് ഇട്ടിട്ട് എഴുതുക. 24 + 4x. നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ എക്സും വൈ ആയിട്ട് എടുക്കില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഫുള്ള് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ax² + bx + c = 0 ആണ്. അപ്പോൾ ആ മോഡലിലേക്ക് കിട്ടാൻ വേണ്ടി നമ്മൾ ഫസ്റ്റ് സ്ക്വയറിന്റെ പെരിമീറ്റർ 4x ആണെങ്കിൽ സെക്കൻഡ് സ്ക്വയറിന്റെ പെരിമീറ്റർ ഡിഫറൻസ് ഇവിടെ തന്നിട്ടുണ്ട് 24 തന്നതുകൊണ്ട് സെക്കൻഡ് സ്ക്വയറിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 24 + 4x ആണ്. നമ്മുടെ കണ്ടീഷൻ ഇവിടെ സം ഓഫ് ഏരിയാസ് ഓഫ് ടു സ്ക്വയേഴ്സ് ഈസ് 468. രണ്ട് സ്ക്വയറുകളുടെ ഏരിയയുടെ സമ്മാണ് എത്ര? 468. അപ്പോൾ ഫസ്റ്റ് സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണ്. അപ്പൊ അതിന്റെ ഏരിയ എന്ന് പറയുന്നത് സ്ക്വയറിന്റെ ഏരിയ എന്നാ? സൈഡ് ഇൻറ്റു സൈഡ്, അത് x² പ്ലസ് സെക്കൻഡ് സ്ക്വയറിന്റെ സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ? സൈഡ് എന്ന് പറയുന്നത് 4 ഇൻറ്റു പെരിമീറ്റർ ആണ്. സൈഡ് എന്ന് പറഞ്ഞാൽ 24 + 4x ഡിവൈഡ് ബൈ 4. 4 ഇൻറ്റു സൈഡ് അല്ലേ ഇത്? അതായത് 4 ഇൻറ്റു സൈഡ് ആണ് സെക്കൻഡ് സ്ക്വയറിന്റെ ഇത് 24 + 4x. അപ്പൊ നമുക്ക് അതിൽ നിന്ന് സൈഡ് കിട്ടാൻ വേണ്ടി 24 + 4x ഡിവൈഡ് ബൈ 4. അപ്പൊ ഇതില് നമ്മൾ 4 പുറത്തേക്ക് എടുക്കുക. അപ്പൊ 6 + x ഡിവൈഡ് ബൈ 4. അപ്പൊ എന്തായി? 4ഉം 4ഉം ക്യാൻസൽ ആയി. 6 + x ആണ് സെക്കൻഡ് സ്ക്വയറിന്റെ സൈഡ്. അപ്പോൾ സെക്കൻഡ് സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 6 + x. ഫസ്റ്റ് സ്ക്വയറിന്റെ സൈഡ് x, സെക്കൻഡ് സ്ക്വയറിൻ്റെത് 6 + x ഇതാണ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ഏരിയ, ഈ രണ്ട് സ്ക്വയറിന്റെ ഏരിയകളുടെ സമ്മാണ് 468 തന്നിട്ടുള്ളത്. അപ്പൊ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്വയറിന്റെ ഏരിയ എന്നാ? സൈഡ് ഇൻറ്റു സൈഡ്. അപ്പൊ x² പ്ലസ് 6 + x ഹോൾ സ്ക്വയർ ഈക്വൽ ടു 468. ഇതിൽ നിന്ന് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. എന്നിട്ട് അതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വാല്യൂ കിട്ടും. അപ്പൊ എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇവിടെ x² പ്ലസ് 6 + x ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a + b ഹോൾ സ്ക്വയർ. അപ്പൊ 36 പ്ലസ് 12x പ്ലസ് x² മൈനസ് 468 ഈക്വൽ ടു 0. ഇനി x² പ്ലസ് x² എന്ന് പറഞ്ഞാൽ 2x² പ്ലസ് 12x മൈനസ് 468 36 മൈനസ് ചെയ്യാം. 432 ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് ഹോൾ ഇക്വേഷൻ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ x² പ്ലസ് 6x മൈനസ് 2 കൊണ്ട് ചെയ്യുമ്പോൾ 216 ഈക്വൽ ടു 0. ഇപ്പൊ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² പ്ലസ് 6x മൈനസ് 216 ഈക്വൽ ടു 0. ഇതിനെ നമുക്ക് ഒന്നുമില്ല ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ നമ്മുടെ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് അതിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. നമുക്കിപ്പോൾ ക്വാഡ്രാറ്റിക് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം. b² - 4ac ഈക്വൽ ടു
ബി സ്ക്വയർ എത്ര 6 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു A1 C മൈനസ് 216. അപ്പോൾ 36 പ്ലസ് 216 ഇൻറ്റു 4 24 2 6 8 864 864 പ്ലസ് 36 എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 900 ആണ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഫോർമുല എഴുതുക മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4AC ബൈ 2A. അപ്പോൾ ഇവിടെ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് 6 പ്ലസ് ഓർ മൈനസ് റൂട്ട് 900 ഡിവൈഡ് ബൈ 2 ഇൻറ്റു 1. അപ്പോൾ മൈനസ് 6 പ്ലസ് ഓർ മൈനസ് 30, ഇതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുമ്പോൾ 30 ബൈ 2. അപ്പോൾ നമ്മുടെ റൂട്ട്സ് എന്തൊക്കെയായിരിക്കും? മൈനസ് 6 പ്ലസ് 30 ബൈ 2. അപ്പോൾ മൈനസ് 6 പ്ലസ് 30 എന്ന് പറയുമ്പോൾ 24 ബൈ 2. 24 ബൈ 2 എന്ന് പറയുമ്പോൾ 12 കിട്ടും. 24 ബൈ 2 ഈക്വൽ ടു 12. പിന്നെ മൈനസ് 6 മൈനസ് 30 ഡിവൈഡ് ബൈ 2 ആ വരിക, അത് മൈനസിലാണ് വരിക. അപ്പോൾ ഇവിടെ നമ്മൾ സ്ക്വയറിൻ്റെ സൈഡാണ്, അപ്പോൾ അത് മൈനസിലില്ല, നമ്മൾക്ക് എന്ത് പോസിറ്റീവ് വാല്യൂ എടുത്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ലെറ്റ് ദ സൈഡ് ഓഫ് 1 സ്ക്വയർ എക്സ് ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. എക്സ് എന്ന് പറയുന്നത് 12. അപ്പോൾ സൈഡാണ് കണ്ടുപിടിക്കുന്നത്. സൈഡ് ഓഫ് ഫസ്റ്റ് സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് എത്രയാണ്? 12. സെക്കൻഡ് സ്ക്വയറിൻ്റെത് എക്സ് പ്ലസ് 6 ആയിരുന്നു. അപ്പോൾ എക്സ് പ്ലസ് 6 എന്ന് പറയുമ്പോൾ 12 പ്ലസ് 6 18. അപ്പോൾ ഒന്നിൻ്റെത് 12ഉം രണ്ടാമത്തതിൻ്റെത് 18ഉം കിട്ടും. അപ്പോൾ ആ എക്സസൈസ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ആ എക്സാമ്പിളിലുള്ളത് പറഞ്ഞു തരാനുണ്ട്. മോട്ടോർ ബോട്ട് whose speed is 12 km per hour in still water takes 1 hour more to go 24 km upstream than to return downstream to the same spot. Find the speed of the stream. അപ്പോൾ ഇവിടെ നമുക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. അതായത് എക്സാമ്പിൾ 15 ആണ് ചെയ്യുന്നത്, ടെക്സ്റ്റിലുള്ള ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ നമുക്ക് സ്പീഡ് ഓഫ് ദ സ്ട്രീമാണ് കാണേണ്ടത്. അപ്പോൾ ലെറ്റ് ദ സ്പീഡ് ഓഫ് സ്ട്രീം ബി, ലെറ്റ് ദ സ്പീഡ് ഓഫ് സ്ട്രീം ബി എക്സ് ആയിട്ട് എടുക്കുക. ഇവിടെ സ്പീഡ് ഓഫ് ബോട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സ്പീഡ് ഓഫ് ബോട്ട് എന്ന് പറയുന്നത് 18 km/h. ഇത്രയും കാര്യങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. പിന്നെ പറയുന്നത് 1 hour more to go 24 km upstream than to return downstream. ഡൗൺസ്ട്രീമിലേക്ക് പോകുന്നതിനേക്കാൾ കൂടുതൽ ടൈം ഏതിനെടുക്കുന്നുണ്ട്? അതായത് ഇതിൻ്റെ രണ്ടിൻ്റെയും ഡിഫറൻസ് ആയിട്ട് നിങ്ങൾ എടുത്താൽ മതി. 1 hour ആണ്. അപ്പോൾ അപ്സ്ട്രീമിലേക്ക് പോകാനാണ് കൂടുതൽ ടൈം എടുക്കുന്നത് ഡൗൺസ്ട്രീമിലേക്ക് പോകുന്നതിനേക്കാൾ. ഇവിടെ നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ചു സ്പീഡ് ഓഫ് അപ്സ്ട്രീം എന്ന് പറയുന്നത് നമ്മൾ എന്തായിട്ട് എടുത്തിട്ടുള്ളത്? എക്സ് മൈനസ് വൈ ആണ്. പക്ഷേ ഇവിടെ നമ്മൾ സ്പീഡ് ഓഫ് സ്ട്രീം ആണ് എക്സ് എടുത്തിട്ടുള്ളത്, ഇതിൽ വൈ ഇല്ലല്ലോ. അപ്പോൾ സ്പീഡ് ഓഫ് ബോട്ട് 18 ആണ്. അപ്പോൾ 18 എക്സിൻ്റെ പ്ലേസിൽ ഇവിടെ 18 മൈനസ് എക്സ്. അതിൽ എക്സ് മൈനസ് വൈ ആയിരുന്നു നമ്മുടെ അപ്സ്ട്രീമിൻ്റെ സ്പീഡ്. ഇവിടെ എക്സിൽ ബോട്ടിൻ്റെ സ്പീഡ് എന്ന് പറയുന്നത് 18 ആണ്. അതുപോലെ സ്പീഡ് ഓഫ് സ്ട്രീം എന്ന് പറയുന്നത് എക്സ് ആണ്. അപ്പോൾ അപ്സ്ട്രീം എന്ന് പറയുന്നത് ഇവിടെ 18 മൈനസ് എക്സ്. അതുപോലെ സ്പീഡ് ഓഫ് ഡൗൺ സ്ട്രീം എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം എന്താ കിട്ടുന്നത്? 18 പ്ലസ് എക്സ് ആയിരിക്കും. ഇവിടെ 24 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു 24 കിലോമീറ്റർ. അപ്പോൾ ടൈം ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. അപ്പോൾ ഇവിടെ അപ്സ്ട്രീം എന്ന് പറയുന്നത് 24 ബൈ 18 മൈനസ് എക്സ്. രണ്ടിൻ്റെയും ഡിഫറൻസ്. അപ്സ്ട്രീമിലേക്ക് പോകാനാണ് 1 hour കൂടുതൽ എടുക്കുന്നത്. അപ്പോൾ ആദ്യം ഏതിനാണോ കൂടുതൽ ടൈം എടുക്കുന്നത് അത് ആദ്യം എഴുതുക. 24 ബൈ 18 പ്ലസ് എക്സ് ഇസ് ഈക്വൽ ടു 1. ഇനി ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ട് നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. അപ്പോൾ 24 ഇൻറ്റു 18 പ്ലസ് എക്സ് മൈനസ് 24 ഇൻറ്റു 18 മൈനസ് എക്സ് ഡിവൈഡ് ബൈ 18 മൈനസ് എക്സ് ഇൻറ്റു 18 പ്ലസ് എക്സ് ഈക്വൽ ടു 1. ഇത് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി ആണ്. അപ്പോൾ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ചെയ്താൽ മതി. മേലെ മൾട്ടിപ്ലൈ ചെയ്യാം. 24 ഇൻറ്റു 18 3 432 432 പ്ലസ് 24x മൈനസ് 432
-24 മൈനസ് എക്സും +24 എക്സ് ഡിവൈഡ് ബൈ ഇവിടെ 18 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായി മാറും? അതായത് 432 ക്യാൻസൽ ആയി. 24 + 24 48x. 48x ഇതിനെ ഇങ്ങോട്ടേക്ക് ക്രോസ് ചെയ്യുക. 18 സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ. 18 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 324 മൈനസ് എക്സ് സ്ക്വയർ. 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്നിട്ട് നമ്മുടെ ഇക്വേഷൻ. ഇനി നമുക്ക് ഇതിനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാം. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് 48x മൈനസ് 324 ഈക്വൽ ടു 0. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യാം. ബി സ്ക്വയർ മൈനസ് 4ac ആദ്യം കണ്ടുപിടിക്കുക. അതിനുശേഷം അപ്പോൾ ബി സ്ക്വയർ മൈനസ് 4ac ഈക്വൽ ടു ബി സ്ക്വയർ എന്ന് പറയുന്നത് 48 സ്ക്വയർ മൈനസ് 4 ഇൻറ്റു a1 c എന്ന് പറയുന്നത് മൈനസ് 324. അപ്പോൾ 48 ഇൻറ്റു മൈനസ് 4ac എന്ന് പറഞ്ഞാൽ 48 സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് 2304 ആണ് വരുന്നത്. 2304 പ്ലസ് 324 ഇൻറ്റു 4 എന്ന് പറയുന്നത് 1296 വരും. അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യുന്ന സമയത്ത് 3600 ആണ് കിട്ടുന്നത്. ഇനി നമ്മുടെ ഫോർമുല മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4ac ബൈ 2a. അപ്പോൾ ഇതിൽ മൈനസ് ബി എന്ന് പറയുന്നത് മൈനസ് 48 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 3600 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമുക്ക് കിട്ടുന്നത് മൈനസ് 48 പ്ലസ് ഓർ മൈനസ് ഇത് 60 ഡിവൈഡ് ബൈ 2. അപ്പോൾ നമ്മൾ എഴുതാം മൈനസ് 48 പ്ലസ് 60 ബൈ 2. 60 നിന്ന് 48 മൈനസ് ചെയ്യുക. 2 5 ആവും. 12/2. 12/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6. ഇത് അടുത്തത് നെഗറ്റീവില വരിക. അപ്പോൾ അത് നമ്മൾ എടുക്കുന്നില്ല. ഇതായിരിക്കും എക്സ്. എക്സ് എന്ന് പറയുന്നത് 6. സ്പീഡ് ഓഫ് സ്ട്രീം ആണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫൈൻഡ് ദ സ്പീഡ് ഓഫ് സ്ട്രീം. സ്ട്രീം ഈക്വൽ ടു 6 km/h. അപ്പോൾ എക്സസൈസ് കഴിഞ്ഞു. 4.3 അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.